മത്ലൂബാകാൻ പറ്റില്ല എന്ന് ഇമാമുൽ ഹറമൈനി പറഞ്ഞു. എന്താ ഈ അസംഭവ്യമായത് മുഹാല് കേട്ടോ. മുഹാൽ എന്താണ്? അള്ളാഹിൻ്റെ ഇൽമ് താലൂക്കാകൽ അല്ലാത്ത കാരണമായിട്ട് മുഹാലായതെന്താണ്? മത്ലൂബാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനോട് ചേർത്ത് ലാ ഉറൂദ സീഗത്തി തൊലബി, അതിന് മാന തൊലബിൻ്റെ സീഗ വാരിതാവൽ പറ്റൂല എന്നല്ല. മനസ്സിലായില്ലേ? എന്താ പറ്റൂല? മത്ലൂബാകാൻ പറ്റില്ല. തൊലബിൻ്റെ സീഗ വാരിതാവാൻ പറ്റില്ല എന്നല്ല. അത് വാരിതാവാം, എന്താവാൻ പറ്റില്ല? മത്ലൂബാകാൻ പറ്റില്ല. ലഹു തൊലബിൻ്റെ സീഗ തൊലബിന് വേണ്ടി വാരിതാവൽ പറ്റില്ല എന്നല്ല. ഇത് കൊയ്രി തലബി, അത് വാരിതാവുന്നതിന് വേണ്ടിയിട്ടാണ്. തൊലബല്ലാത്തതിന് വേണ്ടി വാരിതാവുക, ആവശ്യം തേടൽ അല്ലാത്തതിനുവേണ്ടി വാരിതാവുക. ഫലം യംനഉ അൽ ഇമാമ, അങ്ങനെ വാരിതാവുന്നതിനെ ആര് തടഞ്ഞിട്ടില്ല? ഇമാമുൽ ഹറമൈനി തടഞ്ഞിട്ടില്ല. കമാലം യംനഉ ഗൈറുഹു, ഇമാമുൽ ഹറമൈനി അല്ലാത്തവരും വാരിതാവുന്നതിന് എന്ത് ചെയ്തിട്ടില്ല? തടഞ്ഞിട്ടില്ല. മുംതനിയാണെന്ന് മുമ്പ് പറഞ്ഞ ആൾക്കാരും ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? തൊലഭാവം പറ്റില്ല എന്ന് ഇപ്പോൾ ആര് പറഞ്ഞു? ഇമാമുൽ ഹറമൈനി പറഞ്ഞു. ഇവരാരും തന്നെ എന്തില്ല? വാരിതാവുന്നതിനെ തടഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് വാക്കുൻ വാരിതാകാമെന്ന് മാത്രമല്ല, ആ വാരിതായിട്ടുണ്ട്. വാരിതാകാമെന്ന് പറഞ്ഞതും ആയിട്ടുണ്ടോ എന്ന് രണ്ട് വിഷയമാണ്. ആകാമെന്ന് പറയുകയും ചെയ്തു, അത് വാരിത് ആയിട്ടുമുണ്ട് കേട്ടോ. കമാഫി കൗലി താല, അള്ളാഹു താലയുടെ കൗലിലുള്ളതുപോലെ കൂനു കിറദത്തൻ ഖാസിയീൻ, നിങ്ങൾ നഷ്ടകാരികളായ കുരങ്ങന്മാരാവുക എന്ന് പറഞ്ഞു. അപ്പോൾ കൂനു സിഗത്തുൽ അംറാണ്. കാനയക്കൂൻ അല്ല മിൻഹു കുൻ, കൂൻ കൂനാ കൂനു അല്ലേ? അത് എന്താണ്? അംറ് ആദറാണ്, അത് സീഗത്തുൽ അംറാണ്. അപ്പോൾ സീഗത്തുൽ ഇവിടെ വാരിതായിട്ടുണ്ട്, അത് വാരിതായിട്ടുണ്ട്, അത് വാരിതാകാം. പക്ഷേ മത്ലൂബാകാൻ പറ്റില്ല എന്ന് ഇമാമുൽ ഹറമൈനി മറ്റുള്ളവരെന്താണ് കൗലുസാനിക്കാർ അത് മുംതനിയാണ് എന്നും അഭിപ്രായം പറഞ്ഞിരിക്കുന്നു കേട്ടോ. കൂനു നിങ്ങളാവുക കിറദത്തിന് ഖാസി, നഷ്ടകാരികളായ കുരങ്ങന്മാരാവുക. തൊലബല്ല ഇത്. അത് മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റൂല? കുരങ്ങനാകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത് അവരെ ആക്ഷേപിച്ചിട്ട് പറയുന്ന, ബനൂ ഇസ്രായേൽ സമൂഹത്തെ ആക്ഷേപിച്ചെന്താണ് പറയുന്നൊരു പ്രയോഗമാണ്. വൽ ഇമാമു, നീ വേറെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇമാം അവർകൾ ഇമാമുൽ ഹറമൈനി റദ്ദദ, അദ്ദേഹം തറദ്ദുദിലായി ബിമാ കാലഹു, ഇമാം അവർകൾ പറഞ്ഞ ഒന്നുകൊണ്ട് തറദ്ദുദായി. ഫീമാ നുസിബ ഇലൽ അശ്ശരി, അശ്ശരി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹിലേക്ക് ചേർത്ത് പറഞ്ഞ ഒന്നുകൊണ്ട് ഇമാം അവർകൾ എന്ത് തറദ്ദുദായി. മിൻ ജവാസി തക്ലീഫി, അതെന്താ? തക്ലീഫ് ചെയ്യൽ ജായിസാണെന്നതിനാൽ. ഇതിൽ മുഹാലി, എന്തുകൊണ്ട്? മുഹാല് കൊണ്ട് തക്ലീഫ് ചെയ്യൽ ജായിസാണെന്നതിനാൽ അശ്ശരിമാ റഹ്മത്തുള്ളാഹി തആല അലൈഹിലേക്ക് ചേർക്കപ്പെട്ട് പറഞ്ഞ ഒന്നുകൊണ്ട് മുസന്നിഫ് അവർകൾ എന്ത് ചെയ്തു? തറദ്ദുദിലായി കേട്ടോ. അപ്പോൾ ആ തറദ്ദുദായതുകൊണ്ട് അദ്ദേഹം എന്താണ് ഇവിടെ മത്ലൂബാകാൻ പറ്റൂല എന്നുള്ള അഭിപ്രായമൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അക്കാഹുൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ മത്ലൂബാകാൻ പറ്റില്ല എന്നുള്ളതും അതുപോലെ മുംതനിയാണ് എന്നുള്ളതായ രണ്ട് ഷിക്കിനെയും ആരുദ്ധരിച്ചു? മുസന്നിഫ് ഉദ്ധരിച്ചു. കൗലുസാനിക്കാരുടെ മുംതനിയാൻ പറ്റില്ല എന്ന അഭിപ്രായത്തെയും ഇമാമുൽ ഹറമൈനിയുടെ മത്ലൂബാകാൻ പറ്റില്ല എന്നുള്ള ആ രണ്ട് രീതിയിലുള്ള അഭിപ്രായത്തെ രണ്ട് നിലയിൽ തന്നെ ഉദ്ധരിച്ചു? മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ഉദ്ധരിച്ചു. വലൗ തറക്കഹു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ആ രണ്ട് ഷിക്കിനെ ഉദ്ധരിക്കുന്നതിന് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, അപ്പോൾ ദക്കറൽ ഇമാമുൽ ഹറമൈനി മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാമൻ ദക്കറഹു ഫിൽ കൗലിസാനി, കൗലുസാനിയിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞ അക്സറുൽ മുഅ്തസില, അബു ആമിൽ ഇസ്ഫറാനി അങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞല്ലോ, ആ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ആരെയും പറഞ്ഞു? ഇമാമുൽ ഹറമൈനിയെയും പറഞ്ഞിരുന്നുവെങ്കിൽ, ഫിൽ കൗലിസാനി, കൗലിസാനിയിൽ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ആരെയും പറഞ്ഞു? ഇമാമുൽ ഹറമൈനിയെയും പറഞ്ഞിരുന്നുവെങ്കിൽ, കമാ ഫുഇല ഫി ശർഹിൽ മിൻഹാജ്, അപ്രകാരം എന്താണ്? ഷർഹുൽ മിൻഹാജിൽ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളതുപോലെ എന്ത് പ്രവർത്തിച്ചു? കൗലിസാനിയുടെ കൂട്ടത്തിൽ ആരെയും പറഞ്ഞു? ഇമാമുൽ ഹറമൈനിയെയും പറഞ്ഞു. അങ്ങനെ മുസന്നിഫ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഫാത്തത്തുഹു, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അൽ ഇശാറത്തു, സൂചിപ്പിക്കൽ നഷ്ടപ്പെട്ടു പോകും. ഇലഖ്തിലാഫിൽ മഅഖദിൽ മഖ്സൂദത്തിലോ, ഈ ഇമാമുൽ ഹറമൈനിയുടെയും കൗലുസാനിക്കാരുടെയും മഅഖദ് എന്താണ്? പരസ്പരം വ്യത്യസ്തമാണ് എന്ന ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതായ, ആർക്ക്? ഈ മുസന്നിഫ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതായ ആ മഅഖദ് വ്യത്യസ്തമാണെന്നുള്ളതിലേക്കുള്ള ഇശാറത്ത് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി കൗലുസാനിക്കാരോട് ആരെ പറഞ്ഞില്ല? ഇമാമുൽ ഹറമൈനിയെ പറഞ്ഞില്ല. മറിച്ച് ഇമാമുൽ ഹറമൈനിക്ക് എന്താണ് അഭിപ്രായം? മത്ലൂബാകാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമാണെന്ന് വേർതിരിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആ മഖ്സൂദ് എന്ത് ചെയ്തു? അത് ഹാസിലായി കിട്ടി. കാരണം
കൗലു സാനിക്കാരുടെ മഹദ് വേറൊന്നാണ്, ഇമാമുൽ ഹറമൈനിയുടെ മഹദ് വേറൊന്നാണ്. പക്ഷെ രണ്ടും ഹുക്കുമിലേക്ക് വരുമ്പോൾ എന്താണ്, ഒന്ന് സെയിമാണ്, ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മുംതനി ബിൽ ഗൈർ കേട്ടാ, ലാ ബിദ്ദാത്ത്. ഹക്കായ കാര്യം എന്താണ്, മുംതനി ബിൽ ഗൈർ കേട്ടാ, മുംതനിയും ബിൽ ഗൈർ എന്താണ്, സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ലാ ബിദ്ദാത്ത് എന്താണ്, മുംതനിയും ബിദ്ദാത്ത് എന്താണ്, സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പം ഇത് തക്ലീഫാകാൻ പറ്റില്ല എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. അപ്പം മുംതനിയും ബിൽ ഗൈർ എന്താണ്, തക്ലീഫ് സംഭവിച്ചിട്ടുണ്ട്. മുംതനിയും ബിദ്ദാത്ത് എന്താണ്, തക്ലീഫ് സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് മുസ്ലിം തുടർന്ന് പറയാണ്. അമ്മ ഉക്കോ തക്ലീഫ് ബിൽ അവലി. അപ്പോൾ ആദ്യം പറഞ്ഞതുകൊണ്ട് തക്ലീഫ് സംഭവിച്ചിരിക്കുന്നത് വലിയ അന്നവു താല, കാരണം വെച്ചാൽ അള്ളാഹു താല കല്ലഫ സക്കലൈനി, അള്ളാഹു താല ജിന്നിൻസ് വർഗം, സക്കലൈൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, ജിന്നും നിഷും, അവരെ തക്ലീഫ് ചെയ്തു. എന്തുകൊണ്ട്, ബിൽ ഈമാനി എന്താണ്, ഈമാൻ കൊള്ളണമെന്നുകൊണ്ട് തക്ലീഫ് ചെയ്തു. അപ്പം മുംതയും ബിൽ ഖൈർ കൊണ്ട് തക്ലീഫ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഉദാഹരണം പറയാണ് കേട്ടോ. അള്ളാഹു താല ജിന്നിൻസ് വർഗത്തെ എന്ത് ചെയ്തു, ഈമാൻ കൊള്ളണമെന്ന് തക്ലീഫ് ചെയ്തു. എന്നിട്ട് അവ കാല അള്ളാഹു താല പറയുകയും ചെയ്തു, അമ്മ അക്സറുൻ നാസി വലോ ഹർസ്ത ബിമുഅ്മിനീൻ. ജനങ്ങളിൽ അധിക പേരുമാവുന്നത് വലോ ഹറസ്ത അങ്ങ് ആഗ്രഹിച്ചാൽ പോലും, അവരോട് പറയാ, പ്രവാചകരോട് പറയാണ്, അങ്ങ് അതിയായി ആഗ്രഹിച്ചാൽ പോലും ജനങ്ങളിൽ അധിക പേരും ബിമുഅ്മിനീൻ ആരാവൂല, നിങ്ങളാവൂല എന്ന് പറയും. അപ്പം ജിന്നിൻസ് വർഗത്തോട് മൊത്തത്തിൽ എന്ത് പറയാണ്, ഈമാൻ കൊള്ളണമെന്ന് പറയാണ്. അതേ അള്ളാഹു താല തന്നെ ഖുർആനിലൂടെ പറയാണ്, അങ്ങ് എത്ര അതിയായി ആഗ്രഹിച്ചാലും ശരി മനുഷ്യവർഗത്തിൽ നിന്നും അധിക പേരുണ്ടാവില്ല, ആവൂല എന്ന് പറയാം കേട്ടോ. ഫംതന ഈമാൻ അക്ഷരിയും. അപ്പം അള്ളാഹു താല ഇത് പറയുമ്പോൾ മാറ്റം സംഭവിക്കാൻ പാടില്ലല്ലോ. അധിക പേര് മുഅ്മിനാവില്ല എന്ന് ആരാ പറയണേ, അള്ളാഹു താല പറയാം. അപ്പം അള്ളാഹു താല തന്നെ പറയുമ്പോൾ അതിന് മാറ്റം ചെയ്യില്ല, സംഭവിക്കില്ല. അപ്പം അധിക പേരുടെ ഈമാൻ എന്തായി, ഫംതനിയായി. മനസ്സിലായില്ലേ, ഫംതന ഈമാനു അക്സരിയും. അപ്പോൾ അധിക പേരുടെ ഈമാൻ മുംതനിയായി. ഈ ഇൽമി താല എന്തുകൊണ്ട് മുംതനിയായി, അള്ളാഹു താലയ്ക്ക് അറിയുന്ന കാരണമായിട്ട്. എന്തെന്നറിയാം, അള്ളാഹു താലയ്ക്ക് ആദ്യം അതിമി വെക്കുകയി അത് സംഭവിക്കൂല, അങ്ങ് എത്ര ദൈവത്തെ എടുത്തില്ലെന്നാണ് അവർ മുസ്ലിങ്ങളാവൂല എന്നതുകൊണ്ട് ആർക്കറിയാം, അള്ളാഹു താലയ്ക്ക് അറിഞ്ഞ കാരണമായിട്ട് അത് സംഭവിക്കൽ മുംതനിയായി. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ അത് മുംതനിയായല്ലോ. ആ മുംതനിയായ കാര്യത്തിൽപ്പെട്ട അക്സറുൻ നാസിനോടും കീർത്തനമുണ്ടെന്നുകൊണ്ട് മുഅ്മിനാവടാണ്. മനസ്സിലായ, ധാരാളം പേരെന്താവൂല, മുഅ്മിനാവൂല എന്ന് അള്ളാഹു താല പറഞ്ഞിരിക്കുക. അപ്പോൾ അവരുടെ ഈമാൻ എന്തായി, മുംതനിയായി. അവരോട് അള്ളാഹു താല കൽപ്പന ഉണ്ടത്, മുഅ്മിനാവടാണ്, അല്ലേ ഉണ്ട്. അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ട ആ കാര്യം ഈമാൻ എന്താ, അത് മുംതനിയും ബിൽ ഖൈറാണ്. ഓക്കെ, എന്താണത്, മുംതനിയും ബിൽ ഖൈറാണ്. കാരണം മുംതനിയും ബിൽ ഖൈർ കൊണ്ട് തക്ലീഫ് എന്താണ്, സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് കേട്ടോ. ഞാൻ എൻ്റെ വിശദീകരണം താഴെ പറയാൻ പോണേ. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഫംതന ഈമാൻ അക്സരിയും, അവരിൽ ഭൂരിപക്ഷം പേരുടെ ഈമാൻ മുംതനിയാണ്. ഇൽമി താല അള്ളാഹു താലയ്ക്ക് അറിയുന്ന കാരണമായിട്ട് അതിന് പോയി അത് സംഭവിക്കില്ല എന്നുകൊണ്ട് അറിയുന്ന കാരണമായിട്ട്. അപ്പോൾ ദാലിക്ക അങ്ങനെ അള്ളാഹിൻ്റെ ഇൽമു കാരണമായിട്ട് സംഭവിക്കില്ല എന്ന് പറഞ്ഞ ആ മുംതനി എന്താ, അതാകുന്നത് മിനൽ മുംതനിയിൽ വൈദിക്കും, മറ്റൊരു കാര്യം കാരണമായിട്ട് മുംതനിയായതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണത് കേട്ടോ. മറ്റൊരു കാര്യം കാരണമായിട്ട് മുംതനിയായതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ്. ഇനി അമ്മ അത് മൂക്കോഴി ബിസാനി, ഇനി രണ്ടാമത്തേത് കൊണ്ട് സംഭവിക്കില്ല, അപ്പം തിരിച്ചില്ല, അത് മുംതനിമിൽ കയറും ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഇനി അമ്മ അത് മൂക്കോഴി ബിസാൻ, രണ്ടാമത്തേത് കൊണ്ട് എന്താണ് സംഭവം, രണ്ടാമത്തേതാ മുംതനിയും ബിദ്ദാത്തുകൊണ്ട് എന്താണ്, തക്ലീഫ് സംഭവിച്ചിട്ടില്ല. ആ പറഞ്ഞ കാര്യം അത് സംഭവിച്ചില്ല എന്ന് പറയാൻ കാരണം അതിൽ ഇസ്തിഖ്റായി, അതിന് തെളിവെന്താ, അത് സമഗ്രമായ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായതനുസരിച്ച്. മുംതനിയും ബിദ്ദാത്തായ കാര്യം, കറുപ്പും വെളുപ്പും ഒരുമിച്ച് വിടുക, മനസ്സിലായില്ലേ, അതുപോലെ തന്നെ എന്താണ്, മുംതനിയും ബിദ്ദാത്തായ കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്തിട്ടില്ല, തക്ലീഫ് സംഭവിച്ചിട്ടില്ല. മനസ്സിലായോ, അതെങ്ങനെ മനസ്സിലായി, സമഗ്രമായി ശറഅ് പരിശോധിക്കുമ്പോൾ എവിടെയും അങ്ങനത്തെ തക്ലീഫ് എന്താണ് കാണുന്നില്ല. ഓക്കെ, ഇസ്തിഖ്റ ഒരു തെളിവുപിടുത്തമാണത്. അപ്പോൾ ഇസ്തിഖ്റായിലൂടെ നമ്മൾ ഹൈലൻ്റെ ഡേറ്റ് എന്താണ്, ഷോർട്ട് പീരീഡ് 1 day, മനസ്സിലായില്ലേ, മീഡിയം പീരീഡ് 6 or 7 day, എന്താണ് ഏറ്റവും ടോപ്പ് ലാർജ് പീരീഡ് എത്രയാ, 15 days ഇല്ല. ഇതെന്താ, അത് ഇസ്തിഖ്റ കൊണ്ടാണ്. എല്ലാ ഓരോ പെണ്ണുങ്ങളുടെയും അയലറിഞ്ഞിട്ടല്ല, അത് പരക്കെ അന്വേഷിക്കുകയാണ്. എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, അയലുണ്ടാവുന്നത്.
അപ്പോൾ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ എന്താണ് ഒരു ദിവസം. സാധാരണ നില എന്താണ് 6-7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, കഴിഞ്ഞ് പോകാറുണ്ട്. ചില പെണ്ണൊക്കെ എന്ത് ചെയ്യാറുണ്ട് 15 ദിവസം വരെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഖാഹ തെളിവ് പറയാണ്, ഹൈല് കുറഞ്ഞ പീരീഡ് ഒരു ദിവസം, മനസ്സിലായില്ലേ? അതിൻ്റെ മധ്യമായ പീരീഡ് എത്രയാണ്, 6 അല്ലെങ്കിൽ 7 ദിവസം. കൂടിയ പീരീഡ് എത്രയാണ്, മനസ്സിലായില്ല? അതെൻ്റെ തെളിവിന് കാരണം എന്താ, അത് ഇസ്തിഖറാണ്. അപ്പോൾ എന്നത് പറഞ്ഞ പോലെ ഇസ്തിഖറായിലൂടെ എന്താണ് ഇവിടെ അറിയപ്പെട്ടിരിക്കുന്നു, ആ മുംതനിയും ബിദ്ദാത്ത്, അടിസ്ഥാനപരമായി അസംഭവ്യമായ കാര്യം കൊണ്ട് അള്ളാഹു താല തക്ലീഫ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ ഇസ്തിഖറായി, അത് ഇസ്തിഖറായ കാരണമായിട്ടാണ്. അൽ കൗലുസാനി റുകൂഹുബിസാനി കേട്ടോ. ഇനി കൗലുസാനി എന്താ, റുകൂഹുബിസാനി, സാനി ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ആദ്യത്തെ അഭിപ്രായം പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി ഇതിൽ രണ്ടാമത്തെ കൗലുണ്ട്. ആ രണ്ടാമത്തെ കൗൽ എന്താ, റുകൂഹുബിസാനി, രണ്ടാമത്തത് കൊണ്ടും തക്ലീഫ് സംഭവിക്കും. അതാ മുംതനീബ് ദാത്ത് കൊണ്ടും തക്ലീഫ് സംഭവിക്കുമെന്നുള്ളതാണ് കേട്ടോ. റുകൂഹുബിസാനി ആയതൻ, ആ രണ്ടാമത്തെ കൊണ്ട് തക്ലീഫ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് കൗലുസാനി. നിങ്ങളെ പറഞ്ഞു.